ഇതാണ് നമ്മുടെ മാപ്പ് സെൻസർ വരുന്നത്. ഇതിന് ലൊക്കേഷൻ വരും എവിടേക്കാരം നമ്മളെ എയർ ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മാനിഫോൾഡിന്റെ മുകളിലായിട്ടാണ് ഉണ്ടാവുക നമ്മളെ മാപ്പ് സെൻസർ കൊടുത്തിട്ടുണ്ടാവുക. ആക്സിലേറ്റർ കേബിൾ കൺട്രോൾ ചെയ്യുന്ന വാൾവിനെ പറയുന്ന പേരാണ് എന്ത്? ത്രോട്ടിൽ വാൾവ്. അപ്പൊ ത്രോട്ടിൽ വാൾവിന്റെ പൊസിഷൻ ആണ് എന്ത് ചെയ്യുക? ഈ ഒരു ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്ത് ചെയ്യുക? സെൻസ് ചെയ്യുക. അപ്പൊ ഈ സെൻസർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ചെക്ക് എഞ്ചിൻ ലൈറ്റ് എത്തും. അപ്പം ECM എന്ത് മനസ്സിലാവില്ല? എത്ര അളവിൽ വാൾവ് തുറന്നിക്കണം എന്ത് ചെയ്യില്ല? മനസ്സിലാവില്ല. ഇതിനുള്ളിൽ എന്ത് ചെയ്യും? നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഡ്രൈവർ എത്രയാണോ ആക്സലറേഷൻ കൊടുക്കുന്നത് ആ സിഗ്നൽ നേരെ കൊടുക്കും ECM കൊടുക്കും. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എന്നാണ് എന്ത് ചെയ്യണത്? എഞ്ചിന്റെ RPM കൂടി എന്ത് ചെയ്യണത്? എടുക്കുന്നത്. OBD പോർട്ട് വരിക. അപ്പൊ നമ്മൾ ഡാഷ്ബോർഡിന്റെ അടിയിലുള്ള OBD പോർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യും. ഇഗ്നീഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ലൈറ്റുകൾ കണ്ടോളൂ. ജസ്റ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കിട്ടാ. ഇതിൽ നമ്മൾ ഈ യെല്ലോ കളർ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? വണ്ടി സ്കാനിങ് ടൂൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്കാൻ ചെയ്ത് നോക്കുക അല്ലേ? സ്കാനർ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാരുതി സുസുക്കി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നമ്മൾ ഡയഗ്നോസിങ്ങിൽ പോവുക. എന്നിട്ട് നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ടോ? കൺട്രോൾ യൂണിറ്റ്സ് എടുക്കുക. ഇതിൽ നമുക്ക് ഏതാ വേണ്ടത്? എഞ്ചിൻ പവർ ട്രെയിനിങ്. എഞ്ചിൻ കൺട്രോൾ മോഡ്യൂൾ നമുക്ക് ട്രബിൾ കോഡ്സ്. നിലവിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ നോക്കുക. എന്താണ്? ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞ സെൻസറാണ് കംപ്ലൈന്റ് ഉള്ളത്. അതിന്റെ കോഡാണ് P0113. ഇതാണ് നമ്മളെ കോഡ് വരുന്നത്. 39°C ആണ് ഇപ്പൊ എന്ത് ചെയ്യുള്ളത്? നമുക്ക് ചൂട് വരുന്നത്. 39°C IAT സെൻസർ എന്താണ് ഇപ്പോൾ വർക്കിംഗ് ആണ്.